പാർട്ടിയിൽ നേരത്തെ തന്നെ മനു തോമസ് പലതവണ ഇതിൽ പരാതി നൽകിയതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെ മനു തോമസ് കത്ത് എഴുതുകയും ചെയ്തിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. DYFI നേതാവായ ഷാജിറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ കത്തിലുണ്ടായിരുന്നത്. സ്വർണ്ണക്കടത്ത് സംഘവുമായി ഷാജിറിന് ബന്ധമുണ്ട്, അവരിൽ നിന്നും സ്വർണം വാങ്ങി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ആ കത്തിലുണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ എന്തായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണമെന്ന് കണ്ടുവരാം. ഓ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ പരിഹാസ രൂപേണയുള്ള മറുപടി. CPM നേതാക്കൾക്കെതിരെ മനു നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഇപ്പോൾ മനു തോമസിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. സഹകരിക്കാൻ തയ്യാറെങ്കിൽ മനുവിനെ കോൺഗ്രസ് സ്വീകരിക്കുമെന്നാണ് കണ്ണൂർ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞത്. മനു തോമസ് കോൺഗ്രസിലേക്ക് വരുന്ന കാര്യമൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് അത് നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ ന്യായത്തിൻ്റെ നീതിയുടെയും ഭാഗത്താണ്. ഇപ്പോഴല്ല, അദ്ദേഹം ഒരു വർഷമായി അദ്ദേഹം നീതിയുടെയും ന്യായത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെട്ടാൽ ഇതൊരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ്. ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി മനു തോമസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും. എടയന്നൂരിലെ ഷുഹൈബ് കൊലപാതകത്തിൽ P ജയരാജന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നുമുള്ള ആവശ്യവുമായി യൂത്ത് കോൺഗ്രസും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മനു തോമസിനെതിരെ P ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, മനു തോമസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് CPM. കാരണം മനു തോമസ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയുമായി ഭീഷണിയുമായി രംഗത്തെത്തുന്നത് ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരിയാണ്. മറ്റൊരാൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ അർജുൻ നായികയാണ്. അങ്ങനെ P ജയരാജന് വേണ്ടി P ജയരാജന്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുമ്പോൾ ഇതിനെ കൂട്ടിയിണക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ വന്ന സാഹചര്യത്തിൽ അന്വേഷണം വേണം എന്ന് P ജയരാജന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാടെന്നും അറിയാൻ കഴിയുന്നു. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് P ജയരാജനും മകനും. ജെയിൻ രാജ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു, മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ കണ്ണൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു തോമസ് തന്നെയാണ് ഒരു വലിയ ചർച്ച, അല്ലേ? തീർച്ചയായിട്ടും വിനീത, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്രമാത്രം CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള മറ്റൊരു സംഭവവും ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം CPIM നേതാക്കൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിൽ പോലുമുള്ള പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. അത് തന്നെയാണ് MV ഗോവിന്ദൻ്റെ ഓ എന്നുള്ള മറുപടിയിൽ കൂടി വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു തോമസ് വെളിപ്പെടുത്തൽ നടത്തുന്നു. പിന്നാലെ P ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തേക്ക് എത്തുന്നു. പക്ഷേ പിന്നീട് മനു നടത്തിയിട്ടുള്ള ഓരോ പ്രതികരണങ്ങൾ ആകാശ് തില്ലങ്കേരി, അർജുൻ നായകി, ജിജോ തില്ലങ്കേരി, ജയപ്രകാശ് തില്ലങ്കേരി, അതിനൊടുവിൽ പോരാളി ഷാജി, റെഡ് ആർമി തുടങ്ങിയിട്ടുള്ള സകലമാന സംഘങ്ങളും ഇത്തരത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടും പാർട്ടി ഇതിനകത്ത് അതിനുശേഷം, അതായത് MV ജയരാജൻ്റെ പ്രതികരണത്തിന് ശേഷം ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടും ഇത്രയും സംഭവങ്ങൾ ഉരുണ്ടുകൂടിയിട്ടും അതിനകത്ത് ഒരു നിലപാടെടുത്ത് രംഗത്ത് എത്തുന്നതിന് വേണ്ടി പാർട്ടിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നത് CPM എത്രമാത്രം പ്രതിരോധത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില സൂചനകളാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ മനു തോമസ് നടത്തിയിട്ടുള്ള തനിക്കെതിരെയും തൻ്റെ പിതാവിനെതിരെയും നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ P ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മനു തോമസ്, അതുപോലെ തന്നെ അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ് എന്നിവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് ആണ് 3 പേർക്കാണ് ജെയിൻ രാജ് വക്കീൽ മുഖാന്തരം ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ജെയിൻ P രാജ് ഈ വക്കീൽ നോട്ടീസിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നത്. പിതാവിനും തന്നെയും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇടപെട്ട് പൊതുജന സമക്ഷം അവഹേളിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് ജെയിൻ രാജ് പ്രധാനമായും ഈ വക്കീൽ നോട്ടീസിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലെ പാർട്ടി അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, ഒരു പ്രതിരോധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഷാജിറിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ കത്ത് നൽകിയതാണ്. അന്വേഷണ കമ്മീഷൻ പോലും ഷാജിറിനെ സഹായിച്ചു എന്നാണ് ആ കത്തിൽ പറയുന്നത്. ഒപ്പം P ജയരാജനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്.
തീർച്ചയായിട്ടും വിനീത, അത്തരത്തിലുള്ള മനു തോമസ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അതേപടി ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഇതിനകത്തൊന്നും തന്നെ പാർട്ടി ഒരു നിലപാടെടുത്ത് രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്നത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജയരാജൻ മലയോരത്ത് ക്വാറി മാഫിയകൾക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിച്ചു. അതിനു പുറമെ ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചില നേതാക്കളുമായി ചർച്ച നടത്തി തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ മനു തോമസ് നടത്തിയിട്ടുണ്ട്. അതിനു പുറമെ ഈ പറയുന്ന കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് പി ജയരാജൻ്റെ മകനാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും വലിയ തോതിൽ മനു തോമസ് ഉന്നയിച്ചിരുന്നു. അതിന് പുറമെയാണ് മുന്നേ തന്നെ ഉണ്ടായിരുന്നുള്ള എം ഷാജറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം. അതായത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്നും പങ്കുപറ്റുന്ന ഒരു വ്യക്തിയാണ് ഡിവൈഎഫ്ഐയുടെ മനു തോമസിനൊപ്പം സഹഭാരവാഹിയായിട്ടുണ്ടായിരുന്ന എം ഷാജർ എന്നുള്ള ഗുരുതരമായ ആ പരാതി പാർട്ടിക്ക് ഉൾപ്പെടെ നൽകിയതുമാണ്. പക്ഷേ ഇതിനകത്തൊന്നും തന്നെ പാർട്ടി ഒരു തരത്തിലുമുള്ള പ്രതികരണം നടത്തുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു അനുഭാവി കൊണ്ടുപോയി പരാതി കൊടുത്താൽ പോലും അത് അന്വേഷണ വിധേയമാക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് വലിയ തോതിൽ അവകാശം പറയാറുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ പൊതുജന സമക്ഷം വലിയ തോതിൽ മാധ്യമ വാർത്തകളായിട്ടുള്ള പി ജയരാജനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് അത്യന്തം ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ണൂരിലെ CPM പ്രത്യേകിച്ച് എത്തിച്ചേർന്നിട്ടുള്ള പ്രതിസന്ധിയുടെ ആഴം എത്രയാണ്, പ്രതിരോധത്തിൻ്റെ ആഴം എത്രയാണ് എന്നുള്ളത് ഈ നേതാക്കൾ കാണിക്കുന്ന മൗനത്തിൽ കൂടെ തന്നെ വ്യക്തമാണ്. ഈ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുള്ളതാണ്, അതിൽ നടപടിയില്ല എന്നുള്ള കാര്യം മനു തോമസ് വ്യക്തി ആ മറുപടി മാത്രം നോക്കിയാൽ മതി, എന്നുള്ള മറുപടി മാത്രം നോക്കിയാൽ മതി പാർട്ടി എത്രത്തോളം പ്രതിരോധത്തിലാണ് എന്ന് മനസ്സിലാകാൻ.